കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല മത്തിക്കറി നമുക്കിന്ന് ചെയ്യാം. 1/2 കിലോ മത്തിയാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അതിനാവശ്യമായ മുളക് നമ്മൾ അല്പം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യുകയാണ്. നമ്മൾ കുതിരാനിട്ട മുളക് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉള്ളി, ഇത് കുഞ്ഞുള്ളി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ 10-12 എണ്ണം എടുത്തിരിക്കുന്നത്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമ്മളൊരു 10-20-25 ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ മൂത്ത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച മുളക് അതിലേക്ക് നമുക്ക് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ തെളിയാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി നന്നായിട്ട് മുളകിൻ്റെ പച്ച ഇടാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മളിങ്ങനെ മുളക് കുതിർത്തരച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കറിക്ക് നല്ല കുറുക്കം കിട്ടും. നമ്മൾ മുളക് പൊടി ഡയറക്റ്റ് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര കുറുക്കം വരത്തില്ല. ഇത് നമ്മളിങ്ങനെ മുളക് പൊടിയാണെങ്കിലും ഇങ്ങനെ അല്പം വെള്ളം ഒഴിച്ച് മറ്റ് ചേരുവകളും എല്ലാം കൂടി മിക്സിയിലോ കല്ലിലോ വല്ലതും അരച്ചിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചാറിന് നല്ല കുറുക്കം കിട്ടും. നമ്മുടെ മുളകിൻ്റെ അരപ്പ് ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സി കഴുകി ആ വെള്ളം കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് വെട്ടി തിളയ്ക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ പുളി ഇങ്ങനെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ സമയം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. നമ്മുടെ മുളക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ടും കൊണ്ട് നമ്മുടെ മീനെ ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിന് ചാറ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കപ്പ കഴിക്കാനാണല്ലോ, അതുകൊണ്ട് ഇച്ചിരി ചാറ് കൂടുതൽ ഇരിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചാറ് നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്നതിലും അല്പം കൂടി ചാറാക്കി ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് തീ കൂട്ടി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ കറി നല്ല പാകത്തിന് വറ്റിയിട്ടുണ്ട്. നല്ല പുളിയും എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഇനി നമുക്കിത് താളിച്ചു കൊടുക്കാം. നമ്മൾ ഈ മുളക് അരച്ച് കറി വെച്ചതും മുളക് പൊടി ഇട്ട് കറി വെച്ചതുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മുളക് ഒരു പ്രാവശ്യമെങ്കിലും മുളക് മേടിച്ച് ഇങ്ങനെയൊന്ന് കുതിർത്ത് അരച്ച് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ടേസ്റ്റിൻ്റെ ആ വ്യത്യാസം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും ഇതൊരു 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പണ്ട് കാലത്തെ അമ്മച്ചിമാരുടെ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴുള്ള ആ മീൻ കറി വെക്കുമ്പോൾ ഉള്ള സ്മെല്ലാണ്. ഭയങ്കര കൊതി തോന്നുന്ന ഒരു സ്മെല്ലാണിത്.
നമ്മൾ മുളക് പൊടി അരച്ചാൽ അത്രയ്ക്ക് ഒരു നല്ല ഒരു കറി എല്ലാവരും അങ്ങനെ തന്നെയാണ് വെക്കുന്നത് എങ്കിൽ പോലും നല്ലൊരു നൊസ്റ്റാൾജിയ കറിയായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയായത്.